പേരിലുള്ള ഈ ഒരു സംഗമം നടക്കുന്നത് പ്രധാനമായും സൗഹൃദ ഛായ എന്ന പേരിലുള്ള ഈ ഒരു പ്രോഗ്രാമിന്റെ അർത്ഥവും അതിന്റെ ഭാവവും ഇവിടെ ചർച്ച ചെയ്തു കഴിഞ്ഞു. അഥവാ പുതിയ കാലത്ത് നമ്മളെല്ലാം വളരെയേറെ തിരക്കിലാണ്. പരസ്പരം സംവദിക്കാനോ ഒന്ന് തുറന്ന് സംസാരിക്കാനോ അതല്ലെങ്കിൽ ചങ്ങാത്തം കൂടാനോ ഒന്നിനും നേരമോ സമയമോ ഇല്ലാത്തവരാണ് നമ്മിലേറെ പേര്. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ നമ്മളുണ്ടായത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ സാഹചര്യങ്ങളും ഉണ്ടായത് പുരക്കെട്ട് കല്യാണം, അതുപോലെ തന്നെ സാധാരണ കല്യാണങ്ങൾ, അതിനൊക്കെ പരസ്പരം കൂട്ടുകൂടി ഒരുമയോടെ ചർച്ച ചെയ്താണ് അല്ലെങ്കിൽ ഒരുമയോടെ എല്ലാവരും ഒരുമിച്ച് കൂടിയാണ് ആ ഒരു സംഗമങ്ങളെല്ലാം നടന്നത്. ഇന്ന് നമ്രശിരസ്കരുടെ സമൂഹം, ദ ഹാങ്ങിങ് ഹെഡ്സ് അല്ലെങ്കിൽ തൂങ്ങിയ തലകൾ, അല്ലെങ്കിൽ ഈ ഒരു നമ്രശിരസ്കരായ അഥവാ മൊബൈൽ സ്ക്രീനിലേക്ക് തല താഴ്ത്തിയിരിക്കുന്ന ഒരു സമൂഹമായി, അവനവൻ്റെ ലോകത്ത് ഞാനും എൻ്റെ കുടുംബവും എന്നു മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹമായി പലപ്പോഴും നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. അവിടെ നമുക്കിടയിൽ മതിലുകളില്ലാതെ പരസ്പരം തുറന്ന് സംസാരിക്കുമ്പോഴാണ് സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത്. ഇത് നാട്ടുകാർ തമ്മിലുള്ള ഒരുമിച്ചുള്ള സംസാരങ്ങളാവണം. അതോടൊപ്പം തന്നെ മതം, ജാതി, നിങ്ങൾക്കറിയാം, പുതിയ പശ്ചാത്തലങ്ങളിൽ പരസ്പരം ചേരിതിരിഞ്ഞ്, മതത്തിൻ്റെ പേരിൽ ചേരിതിരിഞ്ഞ് വിവിധ ഇടങ്ങളിൽ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ പോലും പൊന്നാനി, മുനമ്പത്ത് ഇരുമതങ്ങൾ തമ്മിൽ പരസ്പരം പ്രതിസന്ധികൾ ഉരുവം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ വർഗീയതയുടെ പേരിൽ ആരോ വിതച്ചു വിട്ട ചില വിഷബീജങ്ങളാണ് അവിടെയെല്ലാം കത്തി നോവ്